നമുക്ക് മുല്ലപ്പെരിയാറിന്റെ ഒരു സ്ഥിതി കൂടി ഒന്ന് പറഞ്ഞു പോകാം. മഴയുടെ ശക്തി കുറഞ്ഞുവെങ്കിലും മുല്ലപ്പെരിയാറിൽ നിന്നും വെള്ളം ഒഴുക്കുന്നത് തുടരുന്നു. 13 സ്പിൽവേ ഷട്ടറുകളാണ് ഉയർത്തിയിരിക്കുന്നത്. എന്നാൽ ജലനിരപ്പ് ഇപ്പോഴും ഉയരുകയാണ്. 136.35 നിലവിലെ ജലനിരപ്പ്. ഇന്നലെ ഷട്ടറുകൾ ഉയർത്തും മുൻപ് 136.25 അടിയായിരുന്നു. വിവരങ്ങളുമായി രാഹുൽ സുരേഷാണ് ചേരുന്നത്. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഈ ഷട്ടറുകൾ ഉയർത്തുന്നതിന് മുൻപും ഇപ്പോഴുമുള്ള ജലനിരപ്പിൽ വലിയ വ്യത്യാസമില്ല. ജാഗ്രത അതേപോലെ തന്നെ തുടരുന്നുണ്ടല്ലോ അല്ലേ? ഗുഡ് മോർണിംഗ് റോഷ്നി. ഇന്നലെ രാവിലെ 11:35 കൂടിയായിരുന്നു മുല്ലപ്പെരിയാർ ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തിയത്. എന്നാൽ ഇത്രയും മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ആ ജലനിരപ്പ് താഴുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇപ്പോഴും ഏതാണ്ട് 0.10 അടി കൂടുകയാണ് ചെയ്തിട്ടുള്ളത്, കുറയുകയല്ല ചെയ്തിട്ടുള്ളത്. മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിലും നീരൊഴുക്ക് ശക്തമായി തന്നെ ഉണ്ടെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള കണക്കുകളിൽ നിന്ന് വ്യക്തമാവുന്നത്. ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട കണക്കിൽ പറയുന്നത് 2909 ഖനിയടി വെള്ളമാണ് ഡാമിലേക്ക് ഒഴുകിയെത്തുന്നത്. 2117 ഖനിയടി വെള്ളം തമിഴ്നാട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. പരമാവധി 250 ഖനിയടി വെള്ളം പുറത്തേക്ക് ഒഴുക്കുമെന്നായിരുന്നു തമിഴ്നാട് അറിയിച്ചിരുന്നുവെങ്കിലും ഇന്നലെ രാത്രിയിൽ 286 ഖനിയടി വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പെരിയാറിൽ ജലനിരപ്പ് ഉയരാത്തത് ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ്. രാത്രിയിൽ ഉൾപ്പെടെ മഴ മാറി നിൽക്കുകയാണ്. വരും മണിക്കൂറിൽ മഴ കുറഞ്ഞാൽ ഈ ജലനിരപ്പ് ക്രമീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് വരെ 136 അടിയാണ് പരമാവധി ജലനിരപ്പ്. പക്ഷേ നാളെ അത് മാറും. നാളെ മുതൽ 136.3 അടി വരെ മുല്ലപ്പെരിയാറിൽ സംഭരണശേഷി ആവാമെന്നാണ് കോടതിയുടെ ഉത്തരവിൽ പറയുന്നത്. എന്നാലും മഴ മാറി നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ ജലനിരപ്പ് താഴാൻ തന്നെയായിരിക്കും സാധ്യത. അതേസമയം പെരിയാർ തീരത്ത് ജാഗ്രത തുടരുകയുമാണ് റോഷ്നി.